ഇന്ന് ഞങ്ങൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എടക്കര പോവുകയാണ്. എടക്കരക്ക് ബസ് കയറണമെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ബസ്സിൻ്റെ അവിടേക്ക് നടന്ന് വേഗം വരും വേണേ. ഇന്ന് ബിരിയാണിയൊക്കെ വെക്കാണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു സൽക്കാരം കൂടി ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വേഗം വന്നിട്ട് വേണം ആ ഫുഡ് ഉണ്ടാക്കാൻ. അങ്ങനെ ഞങ്ങൾ അനുസത്തിൻ്റെ കുട്ടിക്ക് ടോയ് വാങ്ങാൻ വേണ്ടി എടക്കര ഒരു കടയിൽ കയറി. അങ്ങനെ ഞങ്ങൾ ടോയ് ഒക്കെ നോക്കി. അവിടുന്ന് അപ്പോഴാണ് കമ്മലിൻ്റെ ഒരു ഇത് കണ്ടത്. ഞങ്ങൾ ഡോറ് തുറന്നേക്കാൻ. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളാണല്ലോ, അപ്പോൾ നമ്മളെ കണ്ണയിമക്കാണല്ലോ പോകുക. അപ്പോൾ ഞങ്ങൾ രണ്ടാളും തിരിച്ച് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. നല്ല രസം ഉണ്ടായിട്ടോ, കമ്മലുകളുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ അത് ഭയങ്കര ഒരു ഇത് തോന്നി. നല്ല കളക്ഷൻ ഉണ്ട് അവിടെ കമ്മലിൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് അതിമന്ന് കണ്ണ് പോകണമെന്നല്ലേ. ടോയൊക്കെ നമുക്ക് അങ്ങനെയാണല്ലോ. ടോയൊക്കെ അപ്പോൾ നമ്മൾ മറന്നു കേട്ടോ. പിന്നെ ടോയൊക്കെ ഞങ്ങൾ എങ്ങനെയൊക്കെ സെറ്റാക്കിയാണ്ട് ഇന്ന് ഇറങ്ങി. നമുക്ക് എളുപ്പം വരുമാണല്ലോ വിചാരിച്ചാണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം പർച്ചേസ് ചെയ്ത് വരണം. പിന്നെ അതിലിങ്ങനെ വന്നപ്പോഴാണ് പുതിയൊരു പിന്നെ ബ്യൂട്ടി കട തുടങ്ങിയിരിക്കണം. അപ്പോൾ ഞങ്ങൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ വിചാരിച്ചാണ്ട് ഒന്ന് കയറി നോക്കിട്ടോ. അടിപൊളി സാധനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലെത്തി. ഞങ്ങൾക്ക് ഈ ബിരിയാണി വെക്കേണ്ട തിരക്കിൽ വേഗം വന്നു. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു. പിന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണിത്. കുട്ടികളൊക്കെ മുട്ടായി ഉണ്ട് വിചാരിച്ചാണ്ട് വന്ന് നോക്കിയാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ കുട്ടികൾക്ക് മുട്ടായി ഒന്നും മേടിച്ചതൊന്നുമില്ല. ഞങ്ങളിത് മേടിച്ചിട്ട് എളുപ്പം ഓടി. ഞങ്ങളെ അനിയത്തിക്ക് ബാഗ് മേടിച്ചതോളൂ. ഞങ്ങളോട് ബാഗ് പറഞ്ഞിന് നല്ല ബ്ലാക്ക് ആൻഡ് സ്മൂത്തി ആയൊരു ബാഗാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ബിരിയാണി പരിപാടി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വേഗം നല്ല ബിരിയാണി ഉണ്ടാക്കാൻ നോക്കി. ബീഫ് അങ്ങനെ ഞങ്ങൾ ബിരിയാണി വെക്കാൻ ചിക്കൻ പൊരിച്ചാണ് ബിരിയാണി വെക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ചില്ലി ഉണ്ടാക്കി. ചില്ലിക്കില്ലാതെ അവിടെ കൂട്ടി വെച്ചിരുന്നു. ചില്ലിയൊക്കെ പൊരിച്ചാൽ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇടക്കൊക്കെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ദമ്മാക്കിട്ടോ. ബിരിയാണിയുടെ ദമ്മൊക്കെ പൊട്ടി ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിന് മസാല കരിഞ്ഞു പോകുന്നു. പക്ഷെ മസാല കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ്. അങ്ങനെ വിരുന്നാരും വന്നുട്ടോ. സൽക്കാരക്കാരെത്തി. നല്ല തണുപ്പുണ്ടായിന് കേട്ടോ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് തണുപ്പിൻ്റെ ഇത് മനസ്സിലായത്. ഇപ്പോൾ തണുപ്പിൻ്റെ കാലല്ലേ. ഓലാണെങ്കിൽ ബൈക്കുമ്മലാണ് വന്നത്. ഞങ്ങളെ എളാപ്പാൻ്റെ മക്കളും മരുമക്കളും ആണ് കേട്ടോ. ഞങ്ങളെ നാത്തൂമാരും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓലോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. അകത്തേക്കൊക്കെ കയറിയിരുന്നു കേട്ടോ. പിന്നെ വെള്ളം കൊടുത്തിക്കണ്. പക്ഷെ ഞങ്ങൾ വെള്ളം കൊടുക്കണ ക്ലിപ്പ് എടുക്കാൻ മറന്നു പോയിട്ട് വർത്താനം പറയുന്ന ഇടയിൽ അതൊക്കെ ഞങ്ങൾ മറന്നിക്കണ്. ഓല അങ്ങനെ അവിടെ വർത്താനം പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ അടുക്കളയിൽ ചോറൊക്കെ സെറ്റാക്കാൻ വേണ്ടിയാണ്ട് വന്നു. ബിരിയാണിയൊക്കെ വെച്ചാൾ ഞാനാണ് കേട്ടോ. അങ്ങനെ ഓള് വേഗം വിളമ്പാൻ ഉഷാറായി പോയിക്കണ്. അങ്ങനെ ഓളിതാ ഏട്ടത്തിയാണ് വിളമ്പി കൊടുന്ന് വെക്കുന്നുണ്ട്. ചോറൊക്കെ ഒലിക്കില്ലതൊക്കെ വിളമ്പി കൊടുന്ന് ടേബിളുമ്മ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോറൊക്കെ കൊണ്ടുവച്ച് കൊടുത്തു. ഓലോടൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഓലൊക്കെ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണ്ട് നിൽക്കുകയാണ് കേട്ടോ. കുട്ടികളെ ഞങ്ങൾ പിന്നെ ഓല് വരുമ്പോഴത്തേന് ചോറ് കൊടുത്താണ്ട് ഒരു ഭാഗത്ത് ഇരുത്തീന് കേട്ടോ. അല്ലെങ്കിൽ ഓല് നമ്മളെ ഇടയിൽ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുമ്പോഴേ നമുക്ക് അതിനൊന്നും ഇതുണ്ടാവില്ല. അപ്പോൾ ഓലെ ഞങ്ങൾ ആദ്യം തന്നെ കറക്റ്റാക്കി എല്ലാം ചെയ്ത് കൊടുത്തീനി. അങ്ങനെ ഓല് ചോറുന്നാനൊക്കെ ഇരുന്നു കേട്ടോ. എല്ലാവരും ചോറുന്നായിരുന്നു. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് വെക്കുമ്പോൾ അങ്ങനെയാണല്ലോ. നമ്മൾ ഒരാൾ വെച്ചാൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടായെന്ന് പറയണത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണല്ലോ. ടേസ്റ്റിൻ്റെ പറഞ്ഞപ്പോൾ ബിരിയാണി വെച്ച ക്ഷീണമൊക്കെ മാറിയിട്ടോ. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പോകാൻ വേണ്ടി ഇറങ്ങിട്ടോ. അങ്ങനെ ഒരു യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. ഇത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.